കണ്ണുകൾ ഇനി മഹാസമുദ്രത്തിലും. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നിർണായക നീക്കം നടത്തുകയാണ് ഇന്ത്യ. ഇന്ത്യ, ചൈന, റഷ്യ ത്രിരാഷ്ട്ര കൂട്ടായ്മയുണ്ടായ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇത് അപ്രതീക്ഷിത തിരിച്ചടിയാകുന്നു. വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന സമുദ്ര ഇടനാഴിയാണ് മലാക്ക കടലിടുക്ക്. ഈ കടലിടുക്കിൽ നാവികസേനയുടെ സാന്നിധ്യം ശക്തമാക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. ബീജിംഗിനെ സംബന്ധിച്ചിടത്തോളം ആധിപത്യം സ്ഥാപിക്കാൻ ഒരു തരത്തിലും കഴിയാത്ത മേഖലയായാണ് മലാക്ക കടലിടുക്ക് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ ഇനി സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ നാവികസേനയും പെട്രോളിംഗ് നടത്തുമെന്നതാണ് ശ്രദ്ധേയം. ഇന്ത്യയുടെ കടൽ മാർഗമുള്ള വ്യാപാരത്തിന്റെ ഏകദേശം 60% ഡൽഹിയിലെ മിക്കവാറും എല്ലാ പ്രകൃതിവാതക ഇറക്കുമതിയും മലാക്ക കടലിടുക്കു വഴിയാണ് കടന്നുപോകുന്നത്. ഈ മേഖല ചൈനീസ് കപ്പൽ ഗതാഗതത്തിനും ഒരു തടസ്സമായി തുടരുകയാണ്. തന്ത്രപ്രധാന മേഖലയായ ഈ പാത ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് വെറും 600 കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ സാന്നിധ്യം വികസിപ്പിക്കുന്നുവെന്നത് ചൈനയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമൊപ്പം SCO ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുത്തിരുന്നു. ചൈനയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം ഡൽഹിയിൽ വെച്ച് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ സംയുക്ത പ്രസ്താവനയും പുറത്തുവരുന്നത്. ചർച്ചയിൽ മലാക്ക കടലിടുക്കിൽ പെട്രോളിംഗ് നടത്താനുള്ള ഇന്ത്യയുടെ താൽപര്യത്തെ സിംഗപ്പൂർ സന്തോഷത്തോടെ അംഗീകരിക്കുകയായിരുന്നു. സിംഗപ്പൂർ നിഷ്പക്ഷത പാലിക്കുകയും ചൈനയുമായി നേരിട്ട് സമുദ്ര തർക്കം നടത്താതിരിക്കുകയും ചെയ്യുന്നുവെന്നതും ശ്രദ്ധേയമാണ്. ദക്ഷിണ ചൈന കടലിൽ ബീജിംഗുമായി നിരന്തരം സംഘർഷത്തിൽ കഴിയുന്ന ഫിലിപ്പീൻസിന്റെ മുൻ മന്ത്രി അടുത്തിടെ ഇന്ത്യൻ നാവികസേനയെ പ്രശംസിച്ചിരുന്നു. ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ കഴിവുള്ള ഒരേയൊരു നാവികസേനയാണ് ഇന്ത്യൻ നാവികസേന എന്നായിരുന്നു ഫിലിപ്പീൻസ് മുൻ വിദേശകാര്യമന്ത്രി ടെഡി ലോക്സിൻ ജൂനിയറിന്റെ പ്രസ്താവന. ഇതിന് ദിവസങ്ങൾ മാത്രം പിന്നിടവെയാണ് ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത പ്രസ്താവന വരുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമുദ്ര ആധിപത്യത്തിന് പേരുകേട്ട ചൈന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നേരിടുന്ന പ്രധാന വെല്ലുവിളിയെയാണ് വിദഗ്ധർ മലാക്ക പ്രതിസന്ധി എന്ന് വിളിക്കുന്നത്. നിർണായകമായ ഒരു അവസരത്തിൽ US അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ ഒരു നാവിക ഉപരോധം ചൈനയുടെ യുദ്ധകാല സാമ്പത്തിക സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയുണ്ടാക്കും. ചൈനയുടെ സമുദ്ര ഊർജ്ജ ഇറക്കുമതിയുടെ 2/3 ഏകദേശം പ്രതിവർഷം $3.5 ട്രില്യൺ മൂല്യമുള്ളവ ഈ തന്ത്രപ്രധാനമായ കടലിടുക്കിലൂടെയാണ് കടന്നുപോകുന്നത്. മേഖലയിലെ ഇന്ത്യൻ നാവികസേനയുടെ സാന്നിധ്യം ചൈനയ്ക്കുള്ള നിശബ്ദമായ മുന്നറിയിപ്പാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ ഇന്ത്യ ഇടപെടുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഇത് നൽകുന്നത്. ഇൻഡോ പസഫിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ പാതകളിലൊന്നാണ് മലാക്ക കടലിടുക്ക്. ഏകദേശം 800 കിലോമീറ്റർ നീളമുള്ള ഈ ഇടുങ്ങിയ കടൽപാത ഇന്ത്യൻ മഹാസമുദ്രത്തെ ദക്ഷിണ ചൈന കടലുമായും പസഫിക് സമുദ്രവുമായും ബന്ധിപ്പിക്കുന്നു. ലോകത്തിലെ മൊത്തം സമുദ്ര വ്യാപാരത്തിന്റെ 1/3 ഈ പാതയിലൂടെയാണ് നടക്കുന്നത്. ഇന്ത്യ, ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ്ജ വിതരണവും വ്യാപാരവും ഈ പാതയെ ആശ്രയിച്ചിരിക്കുന്നു. ചൈനയും തങ്ങളുടെ ആഗോള വ്യാപാരത്തിന് മലാക്ക കടലിടുക്കിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്.